എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗുരു എന്ന് പറയുന്ന തത്വത്തിനെ കുറിച്ചാണ്. എന്താണ് ഗുരു യോഗ എന്നതിനെ കുറിച്ചിട്ടാണ്. ഗുരു എന്നുള്ള വാക്ക് നമുക്കറിയാം. ഗു എന്ന് പറയുന്നത് ഗുഹ്യമായത് എന്നൊരർത്ഥമുണ്ട്, ഇരുട്ട്. രു എന്ന് പറയുന്നത് വെളിച്ചം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന എന്താണ് ആ ഇരുട്ട്? ഇരുട്ടെന്ന് പറയുന്നത് ഞാനാണ് ശരീരം, ഞാനാണ് ബുദ്ധി, ഞാനാണ് അഹങ്കാരം, ഞാനാണ് എൻ്റെ ഇമോഷൻസ്, ചിന്ത. ഇത് ഒക്കെ ഞാനാണ്, ഇതെല്ലാമാണ് എൻ്റെ റിയൽ ഐഡൻറ്റിറ്റി എന്ന് കരുതുന്നതാണ് ഇരുട്ട്, അജ്ഞാനം. വെളിച്ചം എന്താണ്? എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആത്മസ്വരൂപമാണ്. ആത്മാ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയാണ്. അതാണ് രു എന്ന് പറയുന്നത്. ആത്മാ എന്ന് പറഞ്ഞാലും അനാത്മ എന്ന് പറഞ്ഞാലും സെൽഫ് എന്ന് പറഞ്ഞാലും നോ സെൽഫ് എന്ന് പറഞ്ഞാലും എസെൻസിൽ മീനിങ് ഒന്നാണ്. ബുദ്ധിസത്തിൽ നമ്മൾ ആത്മാ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അനാത്മ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. എല്ലാം അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ വെളിച്ചത്തിലേക്ക് നമ്മളുടെ സ്വയം, നമ്മളുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് പറയുന്നത് ആ റൂഹ് എന്നാണ് ഇവിടെ ഐഡൻറ്റിറ്റി. ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന വ്യക്തിയാണ് ഗുരു എന്ന് പറയുന്നത്, അല്ലേ? അതേപോലെ തന്നെ ഗുരു യോഗ എന്ന് പറയുന്ന വളരെ വളരെ വിശാലമായ ഒരു സബ്ജക്റ്റ് തന്നെയുണ്ട്. അപ്പോൾ കബീർദാസിൻ്റെ ദോഹകളിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഗുരുവും ഗോവിന്ദനും, ഗുരുവും ഈശ്വരനും മുമ്പിൽ വന്ന് നിന്നാൽ ഞാൻ ആദ്യം ആരുടെ കാലാണ് വീഴുക? ഗുരുവിൻ്റെ കാലിലാണ് ഞാൻ വീഴുക എന്ന് കബീർദാസ് പറയുന്നുണ്ട്. കാരണം ഗുരുവാണ് എനിക്ക് ഈശ്വരനെ കാട്ടിത്തന്നത്, അല്ലേ? കബീർദാസ് വളരെ എന്താ പറയുക, സിംബോളിക് ആയിട്ട് കുറേ കാര്യങ്ങളും പറയുന്നുണ്ട്. ഈശ്വരൻ എന്താ പറയാ, ഈശ്വരൻ ഡിസാറ്റിസ്ഫൈഡ് ആയാൽ ഈശ്വരൻ ഡിസാറ്റിസ്ഫൈഡ് ആവില്ല. ഞാനൊരു ഒരു ഒരു പോയം ഒരു രീതിയിൽ പറയുന്നതാണ്. ഒരു ഗുരുവിൻ്റെ ഗ്രേറ്റ്നെസ് കാണിക്കാനുള്ള വരികളാണ്. ഈശ്വരൻ കോപിച്ചാൽ, അല്ലെങ്കിൽ ഈശ്വരൻ്റെ അടുത്ത് നമുക്ക് എന്താ പറയുക, ഈശ്വരന് തൃപ്തി ഇല്ലെങ്കിൽ നമുക്ക് ഗുരുവിൻ്റെ അടുത്ത് പോകാം. പക്ഷേ ഗുരു കോപിച്ചാൽ ആർക്കും നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ഗുരുവിൻ്റെ പ്രാധാന്യം കാണിക്കാനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഗുരു യോഗ എന്ന് പറഞ്ഞാൽ എന്താണ് സത്യത്തിൽ ഗുരു? നമ്മളെല്ലാം ഒഴുകുന്ന നദികളാണ്. ഞാനിത് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ നദികൾ ചെന്ന് സമുദ്രത്തിൽ പതിക്കുമ്പോൾ ആ നദി എന്നുള്ള ഐഡൻറ്റിറ്റി മാറി ഞാൻ സമുദ്രമാണ് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകും. അതേപോലെ നമ്മൾ സാധന ചെയ്ത് ഹൃദയം തുറക്കുമ്പോൾ നാം എന്നുള്ള ഐഡൻറ്റിറ്റി മാറുന്നു. അവിടെ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വരൻ്റെ ഗ്രേസ് വന്ന് നിറയുകയും ആ വ്യക്തി പിന്നെ ഈശ്വര തുല്യനായി തീരുകയും ചെയ്യും. ആ വ്യക്തി സംസാരിക്കുന്നതും ആ വ്യക്തി പറയുന്നതും എല്ലാം ആ ഈശ്വരൻ്റെ അടുത്ത് നിന്ന് വരുന്ന, അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ പറയുന്നത് പോലെയാണ്. അതിനെയാണ് അങ്ങനെയുള്ള പൂർണ്ണരായ ഗുരുക്കന്മാരെ നമ്മൾ സദ്ഗുരുക്കന്മാർ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരൊന്നും ഇല്ല, വളരെ ചുരുക്കം പേരാണ് അങ്ങനെ ഉള്ളത്. അതേപോലെ തന്നെ അങ്ങനെയുള്ള ഗുരുക്കന്മാരൊന്നും ബോർഡ് വെച്ച് പ്രചരിപ്പിച്ച് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുന്നതിൻ്റെ കുഴപ്പമില്ല, അല്ലാതെ പരസ്യം വെച്ച് അങ്ങനെയൊന്നും സത്യത്തിനെ നമ്മൾ പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, അല്ലേ? സത്യം എന്ന് പറയുന്നത് സത്യത്തിലേക്ക് ആൾക്കാർ തേടി വരും. സത്യാന്വേഷികൾ സത്യത്തിലേക്ക് തേടി വരും. ഒരു പൂവിലേക്ക് തേനീച്ചകൾ എപ്രകാരമാണോ വരുന്നത്, അപ്രകാരം സത്യാന്വേഷികൾ സത്യമിരിക്കുന്നിടത്തേക്ക് ഓടി വരും. രമണ മഹർഷി എന്താണ് ചെയ്തിട്ടുള്ളത്? വെറുതെ ഒരിടത്ത് ഇരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രമണ മഹർഷി അടുത്തേക്ക് ആൾക്കാർ ഓടി വന്നെടുക്കുകയാണ് ചെയ്തത്. രമണ മഹർഷി പരസ്യം വെച്ചിട്ടില്ല, രമണ മഹർഷി കോഴ്സുകൾ നടത്തിയിട്ടില്ല, അല്ലേ? അപ്പം അതൊന്നും ചെയ്യുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്. പറഞ്ഞാൽ സദ്ഗുരുക്കന്മാരുടെ ആ ഒരു ജീവിത രീതി എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ ഷിർഡി സായിബാബ ഒരിടത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതേപോലെ
എന്താ പറയുക, പല രീതിയിൽ ഗുരുക്കന്മാരുണ്ട്, പല ഗ്രേഡിലുള്ള ഗുരുക്കന്മാർ. എല്ലാ ഗുരുക്കന്മാരും ഒരേ തലത്തിലുള്ളവരുമല്ല. ഹൈ ആയിട്ടുള്ള, അതായത് പൂർണ്ണനായിട്ടുള്ള ഗുരുവും അംശമായിട്ടുള്ള അപൂർണനായിട്ടുള്ള, അപൂർണൻ എന്ന് പറയാൻ പറ്റില്ല, പൂർണ്ണത എത്തിയിട്ടില്ലാത്ത ഗുരുക്കന്മാരും ഉണ്ട്. അത് ബുദ്ധിസത്തിൽ, ടിബറ്റൻ ബുദ്ധിസത്തിൽ അതിനെക്കുറിച്ച് ആഴത്തിൽ പ്രതിപാദിക്കുന്നുണ്ടല്ലോ. അവലോകിതേശ്വരന്മാരും ബുദ്ധന്മാരും എന്നുള്ള രീതിയിൽ അതിനെ വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ത്യൻ യോഗിക് സിസ്റ്റത്തിൽ അതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ എന്നാലും ഉണ്ട്, പല ട്രഡീഷനിലും അതിനെക്കുറിച്ചുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന അദ്വൈതിക് ഇൻ്റർപ്രിട്ടേഷനാണ്. ദ്വൈതത്തിൽ അതിൻ്റെ അർത്ഥം വേറെയാണ്. അപ്പോൾ ഒരു ഗുരുവിലൂടെയാണ് നമ്മളൊരു ആത്മാന്വേഷണത്തിലേക്ക് പോകുന്നത്. ഞാൻ ആരാണ്, എന്താണ് ഞാൻ, എന്താണ് എൻ്റെ ശരീരം, എന്താണ് എൻ്റെ മനസ്സ്, എന്താണ് എൻ്റെ ചിന്തകൾ, അതിനെല്ലാം വീക്ഷിക്കുന്ന ഞാൻ എന്ന് പറയുന്നത് ആരാണ്? ഇതെല്ലാം നമുക്ക് വ്യക്തത കിട്ടണമെങ്കിൽ നമ്മൾ പുസ്തകം വായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ കേട്ടത് കൊണ്ടോ ഒക്കെ നമുക്കൊരു റിമംബറൻസ് കിട്ടും. ചില ആൾക്കാർ രാവിലെ എണീറ്റ് പറയും ഐ ആം കോൺഷ്യസ്നെസ്, ഞാൻ ബോധമാണ്. ആരോ പറയുന്നത് കേട്ട് പറയുന്നതാണ്. നമുക്ക് യഥാർത്ഥത്തിൽ അറിയില്ല നമ്മൾ ബോധമാണോ, നമ്മൾ വേറെ എന്തെങ്കിലും ആണോ, അതോ നമ്മളിനി വെറുതെ ഈ ശരീരം മാത്രമാണോ. അവിടെയാണ് അന്വേഷണം ആവശ്യം, അതുകൊണ്ട് ആത്മാന്വേഷണം ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആത്മാന്വേഷണത്തിൻ്റെ വഴികൾ എപ്പോഴും അധികം ആൾക്കാർ പോയിട്ടില്ലാത്ത വഴികളാണ്. അപ്പോൾ ആ വഴിയിലൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിക്ക് നമ്മളെ നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. ഒരു കാട്ടിലൂടെ പോകുമ്പോൾ നമ്മളൊരു അഡ്വഞ്ചർ ട്രിപ്പിന് പോവുകയാണ്. അപ്പോൾ ആ കാട്ടിൽ ഇപ്പോൾ ആരെങ്കിലും നേരത്തെ പോയിട്ടുള്ള ഒരാൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അവരെന്ത് പറയും നമ്മുടെ അടുത്ത്? ആ ഇന്ന വഴി പോകരുത്, അവിടെ കുറേ പുലികളും ആനകളും ഒക്കെ ഇറങ്ങുന്നതാണ്, വേറൊരു ഷോർട്ട് കട്ട് ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്, കുറച്ചുകൂടെ നടന്നാൽ മതി, കുറച്ച് കൂടുതൽ നടക്കണമെന്നുള്ളൂ, പക്ഷെ സേഫ് ആയിരിക്കും. ഇങ്ങനെ പറഞ്ഞു തരുന്നതിനെയാണ് ഗുരു എന്ന് പറയുന്നത്. ഗുരു എന്ന് പറഞ്ഞാൽ ഒരു ആരോ ആണ്. നമ്മളൊരു വഴി ആരോ ഇല്ലേ, ആ വഴി നടക്കേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ്. അല്ലാതെ ഗുരുവിനെ പൂജിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആരോ തന്നെ നമുക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. ഗ്രേസ് വളരെ പ്രധാനമാണ്, പക്ഷെ നമ്മളുടെ എഫേർട്ടും ഭയങ്കര പ്രധാനമാണ്. അപ്പോൾ ഈ ആരോ എന്നുള്ള ഇതുപോലെ മാത്രമല്ല ഗുരുവിൻ്റെ ഒരു ഗ്രേസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷെ നമ്മളൊന്നും ചെയ്യാതിരുന്നാലോ എത്ര ഗ്രേസ് ഉണ്ടായിട്ടും കാര്യമുണ്ടാവും. അനേകം ജന്മങ്ങളും കൂടെ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ വഴി നടക്കുക. അപ്പോൾ നേരത്തെ സഞ്ചരിച്ച് കാട് തെളിച്ച് അല്ലെങ്കിൽ കാട്ടിലൂടെ നേരത്തെ സഞ്ചരിച്ച ഒരു വ്യക്തിക്ക് നമ്മളെ കാട്ടിലൂടെ സുഖകരമായി നടക്കാൻ സഹായിക്കാം എന്നതുപോലെ തന്നെ ആത്മീയതയിൽ, ആത്മാന്വേഷണത്തിൽ സക്സസ് ആയ, ആത്മാവിനെ സ്വയം അറിഞ്ഞ ആ സ്വയം അറിഞ്ഞ വ്യക്തി സ്വയം അറിയുന്നത് എന്താണ്? ഞാൻ സനാതനമാണ്, ഇറ്റേണൽ ആണെന്ന അറിവാണ്. ആ ധർമ്മമാണ് എന്ത്? സനാതന ധർമ്മം, ആത്മാവിൻ്റെ ഇറ്റേണൽ ആയിട്ടുള്ള, അല്ലേ? അപ്പോൾ ആ ഒരു ഇത് അറിഞ്ഞ ഒരു ഗുരുവിനെ അവർക്ക് നമ്മളെ നയിക്കാൻ സാധിക്കും. അതെല്ലാ മതത്തിലുമുണ്ട്. അങ്ങനെയുള്ള സദ്ഗുരുക്കന്മാർ എല്ലാ ഹിന്ദു മതത്തിലുണ്ട്, ബുദ്ധ മതത്തിലുണ്ട്, സൂഫി ധർമ്മത്തിലുണ്ട്. അങ്ങനെ എല്ലാ ധർമ്മങ്ങളിലും അവർ ഉണ്ട്. ഇന്ന മതത്തിൽ നിന്ന് മാത്രമാണ് ചില ആൾക്കാരുടെ അങ്ങനെ വിചാരിക്കുന്നത് നമ്മുടെ മതം മാത്രമാണ് ശരി. അതൊക്കെ തെറ്റാണ്. അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ഒരു നാരോ മൈൻഡഡ് ചിന്തയാണ്. അതൊക്കെ എന്താ പറയുക, അതൊക്കെ നമ്മൾ ആ വേലിക്കെട്ടുകളെല്ലാം നമ്മൾ പതിയെ അതിങ്ങനെ എക്സ്പാൻഡ് ആവും. നമ്മളുടെ ലോകം എന്ന് പറയുന്നത് ഒരു പൊട്ടക്കിണറ്റിലെ തവള എന്നാണ് വിചാരിക്കുന്നത്. പൊട്ടക്കിണർ മാത്രമാണ് ശ്രേഷ്ഠം. അവിടെ മാത്രമേ ഉള്ളൂ ഏറ്റവും നല്ല, എന്താ പറയുക, ആ പൊട്ടക്കിണർ മാത്രമാണ് ലോകം എന്നുള്ളതാണ്. വേറെ ലോകം കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എല്ലാ മതത്തിലും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ എൻ്റെ മതം മാത്രമാണ് നല്ലത്, എൻ്റെ ഗുരു മാത്രമാണ് നല്ലത്, എൻ്റെ ആശ്രമം മാത്രമാണ് നല്ലത്, എൻ്റെ ഗുരുവാണ് വേൾഡിലെ ബെസ്റ്റ് ഗുരു, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഒരു നാരോ മൈൻഡഡ് തിങ്കിങ് ആണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഗുരു യോഗയിലൂടെ പോകുമ്പോൾ ആ ഗുരുവിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട്, ഗുരു ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാകാം, എന്താ പറയുക, സമാധിയായ ഒരു വ്യക്തിയാകാം, ആസ്ട്രൽ പ്രസൻസ്, അത്രയും നല്ല കണക്ഷൻ വേണം. സമാധിയായിട്ടുള്ള ഒരു വ്യക്തി ഗുരുവായിട്ട് അത്രയും നല്ല കണക്ഷൻ ഉണ്ടെങ്കിൽ ആസ്ട്രൽ ഗുരുസിൻ്റെ എപ്പോഴും ഗുരുക്കന്മാർ ഒരിക്കലും ഇവിടുന്ന് പോകുന്നില്ല. കാരണം ആ സച്ചിദാനന്ദ പരബ്രഹ്മത്തിൽ ലയിച്ച്
കിടക്കുകയാണ് അവരുടെ ആത്മാവ്. അവരെപ്പോഴും നമ്മളെ എന്താ പറയുക, നമുക്ക് സഹായിക്കാനായി എപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാർ. അപ്പോൾ ഈ ദത്താത്രേയ മഹർഷിയുടെ ഭാഗം ദത്താത്രേയ അവധൂത ഗീത എഴുതിയ ശ്രീ ദത്താത്രേയ മഹർഷിക്ക് 24 ഗുരുക്കന്മാരാണ്. 24 ഗുരുക്കന്മാരെന്ന് വെച്ചാൽ ആരൊക്കെയാണ്? കാറ്റ്, സൂര്യൻ, ഉറുമ്പ്, ഇതൊക്കെയാണ് ഗുരുക്കന്മാരെന്ന് പറയുന്നത്. അപ്പോൾ സർവചരാചരങ്ങളെയും ഗുരുവായി കാണുന്നതാണ്. സർവചരാചരത്തിലും ഗുരു ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗുരുയോഗ, ഗുരുവിനെ നമ്മളെപ്പോഴും ഒരു ഗുരുവിനെ നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിനെ തന്നെ, അല്ലെങ്കിൽ സമാധിയായ ഒരു ഗുരുവിനെ നമ്മൾ ഗുരുവായി കാണേണ്ടത്, മനസ്സാ സ്വീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു അദൃശ്യമായ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടുന്നതാണ്, ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ഗൈഡൻസ് സ്പിരിച്വൽ ജേർണിയിൽ വളരെ പ്രധാനമാണ്. ഈ ഗൈഡൻസ് ഉള്ളപ്പോൾ നമ്മൾ പതിയെ എന്താണ് ഒരു ഗുരു ചെയ്യുന്നത്? ഗുരു ഒരിക്കലും പറയത്തില്ല എൻ്റെ കാലിൽ വന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കാൻ പറയത്തില്ല. ഗുരു എന്താണ്? നമ്മളുടെ ഉള്ളിലെ ഗുരുവിനെ കാണിച്ചു തരലാണ് ഗുരുവിൻ്റെ ജോലി. നമ്മളുടെ അകത്തീശ്വരനെ കാണിച്ചു തരിക. നമ്മളുടെ ഉള്ളിലുള്ള സ്പാർക്കിനെ, ഈശ്വരന്റെ അംശം നമ്മളുടെ ഉള്ളിലുമുണ്ട്, ആ ഈശ്വരനെ കാട്ടിത്തരിക. അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള പല ഇന്റർപ്രിട്ടേഷൻസ് ആണ് ഞാൻ പറയുന്നത്. നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ലിമിറ്റഡ് കോൺഷ്യസ് ലെവലിൽ നിന്ന് നമ്മളെ ഉയർത്തുക, മൃഗീയമായിട്ടുള്ള വാസനകളിൽ നിന്ന് ആത്മീയമായിട്ടുള്ള വാസനകളിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് ഒരു ഗുരുവിൻ്റെ ധർമ്മം. അപ്പോൾ ആ ഒരു ഗുരുവിനെ നമ്മളെപ്പോഴും എല്ലാവരും ഗുരുവിനെ സ്വീകരിക്കുക. ആരെയാണോ നിങ്ങൾ ഗുരുവായി സ്വീകരിക്കുന്നത് അവരെ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അവരുടെ ടീച്ചിങ്സ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഗുരുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഗുരു പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഗുരു പറയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? കേരളത്തിൽ തന്നെ എത്രയോ സദ്ഗുരുക്കന്മാർ ഉണ്ടായിട്ടുള്ള ഭാരതം എന്ന് പറയുന്നത്. ഭാരതത്തിൽ എത്രയോ ഗുരു, ശ്രീനാരായണ ഗുരു, രമണ മഹർഷി, എത്രയോ എല്ലാ മതത്തിൽ നിന്നുള്ള, എല്ലാ മതങ്ങളിൽ നിന്നും പല അനേകം ഗുരുക്കന്മാരും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം വണങ്ങിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ആ ഒരു സദ്ഗുരുവിനെ കണ്ടെത്താൻ സാധിക്കട്ടെ, ആ സദ്ഗുരുവിനേക്ക് കൂടുതൽ ഒഴുകിയെത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുവിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് നമുക്ക് സ്പിരിച്വലി കൂടുതൽ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുക. ഗുരു വേണ്ട എന്ന് പറയുന്നതും അതും ഒരു ടീച്ചിങ്ങാണ്. ഗുരുവിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ടീച്ചിങ്സ് തരുമ്പോഴും ആ ടീച്ചിങ്സും ഒരു ഗുരുവായി മാറുകയാണ്. ഒരു മഹത് വ്യക്തിയെക്കുറിച്ച് ശ്രീ അനന്തമഹിമ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗുരു എല്ലാത്തിലും പ്രപഞ്ചമാകുന്ന ആ ഗുരു നിങ്ങളെല്ലാവരെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.